ഇന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു, ഒരു വീക്ക് ഡേയ്സ്. അപ്പം ഞങ്ങളൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് രാത്രിയിലെ ഷീച്ചാൻ ഹോങ്കോങ്ങും ചൈനയൊക്കെ ആയിട്ട് ഒരു ബിസിനസ് ട്രിപ്പ് പോവാണ്. അപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തണുപ്പിലിടുന്ന കുറച്ച് ജാക്കറ്റുകളും കുറച്ച് ഡ്രസ്സുകളും ഒക്കെ വാങ്ങണം. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് വെജ് മീൽ കറി ദോശയൊക്കെ കഴിച്ചിട്ടാണ് നേരെ പോയത്. ഇവിടെ ഇപ്പം കുറച്ച് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ തണുപ്പിലിടുന്ന ഡ്രസ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പനെടുക്കാൻ പോയപ്പോൾ എപ്പോഴും മോനും കൂടെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട 2-3 ഡ്രസ്സുകളൊക്കെ മാക്സിന്ന് അവൻ എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ഷാർജ ലുലുവിനുള്ളിലുള്ള സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോയിൽ ഞാൻ ചെന്നിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അത്ര കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അവിടെയും അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടി, അവരത് വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഷീച്ചാനെ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ ഷീച്ചാനെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. കുറച്ചേറെ സാധനങ്ങൾ വാങ്ങാറുണ്ട് എല്ലാ പ്രാവശ്യം പോകുന്ന സമയത്ത്. കാരണം പുള്ളിക്ക് അവിടുത്തെ ഫുഡുകളൊന്നും അത്ര പിടിക്കില്ല. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കായിട്ട് വരുന്ന റെഡിമെയ്ഡ് ഫുഡുകളാട്ടോ. അങ്ങനത്തെ കുറച്ച് ഫുഡുകളും എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇത് ഞാൻ കുനാഫ ചോക്ലേറ്റ്സ് ആണ്, ഇത് ഇവിടത്തേക്ക് വാങ്ങിയതാണ്. പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങണമായിരുന്നു, കാരണം പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക്. വെളുപ്പിന് 3:30 ഫ്ലൈറ്റ്. പുള്ളിക്കാരൻ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഇവനെയാണ്. കാരണം ഇവനെ കൊണ്ടുപോകത്തില്ലല്ലോ എന്നുള്ളതാണ് ഇവൻ്റെ ഒരു വിഷമം. പിന്നെ അവനാണെങ്കിൽ താഴെ ഷീച്ചാനെ കൊണ്ടുവിടാനായിട്ട് താഴെ ഫ്ലാറ്റിന് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.